ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോം ഡിസൈനിങ് ആൻഡ് ഫോം വാലിഡേഷൻസ് യൂസിങ് jQuery. അപ്പം ഫോം ഡിസൈനിങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമിസ്റ്ററുകളിൽ കണ്ടതാണ്. നമ്മളൊരു എങ്ങനെയാണ് ഒരു HTML ഫോം ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ പലതരത്തിലുള്ള കൺട്രോൾസ് യൂസ് ചെയ്യും. അപ്പം അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, പാസ്വേഡ് ബോക്സ്, അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് ഫോം ഡിസൈനിങ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് സെമിസ്റ്ററിൽ കണ്ടതുകൊണ്ട് നമ്മൾ അതിനൊന്ന് സ്പീഡിൽ ഇടാം. പിന്നെ ഉള്ള വാലിഡേഷൻസ് ആണ്. വാലിഡേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫോമിൽ യൂസർ എന്തെങ്കിലും ഫീൽഡ് മിസ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വാലിഡേഷൻസ്. അത് jQuery ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. ഫോം ഡിസൈനിങ് ആൻഡ് വാലിഡേഷൻസ് യൂസിങ് jQuery. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ഫോം ഡിസൈനിങ്ങിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് ഫോം ഡിസൈനിങ് സാധാരണയായിട്ട് വരേണ്ടതെന്നുള്ളതും എന്തൊക്കെ ഫീൽഡുകളാണ് നമ്മൾ സാധാരണ അതിൽ ഉൾപ്പെടുത്താറുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻട്രൊഡക്ഷൻ ടു ഒരു ഫോം ഡിസൈനിങ്ങിനെ കുറിച്ച് നോക്കാം. ഫോംസ് ആർ ദി ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ വെബ് ഡിസൈൻ. ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഫോം ഡിസൈൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൗവിങ് യൂസേഴ്സിന് ഇന്ററാക്ട് വിത്ത് ആപ്ലിക്കേഷൻസ് ബൈ സബ്മിറ്റിംഗ് ഡാറ്റ. നമ്മുടെ സിസ്റ്റമായിട്ട് യൂസർക്ക് ഇന്ററാക്ട് ചെയ്യണം. അവരെങ്ങനെ ഇന്ററാക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നമ്മൾ ഡാറ്റ സബ്മിറ്റ് ചെയ്യും. റിക്വസ്റ്റിംഗ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യാം. പെർഫോമിംഗ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസിനെ പെർഫോം ചെയ്ത് ഇതിലേക്ക് വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് വെബ് ഡിസൈൻസ്, നമ്മൾ ഫോംസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. എഫക്റ്റീവ് ഫോം ഡിസൈൻ, നല്ലൊരു ഫോം ഡിസൈൻ ആണെങ്കിൽ മേക്സ് യൂസർ എക്സ്പീരിയൻസ് സ്മൂത്തർ. യൂസർക്ക് നല്ല ഈസി ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ വെബ് ഫോം വഴി ചെയ്യാൻ പറ്റുന്നതാണ് യൂസർ എക്സ്പീരിയൻസ് സ്മൂത്തർ, റെഡ്യൂസിങ് എറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, ആൻഡ് ഹെൽപ്പിംഗ് യൂസർ ക്വിക്ക്ലി ടു അച്ചീവ് ദിയർ ഗോൾസ്. നല്ലൊരു എഫക്റ്റീവ് ഫോം ഡിസൈനിങ് ആണെങ്കിൽ യൂസറുടെ എക്സ്പീരിയൻസ് വളരെ ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് അവരെന്ത് ഗോളാണോ ഈ ഫോം കൊണ്ട് ഉദ്ദേശിച്ചത് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു എഫക്റ്റീവ് ഫോം ഡിസൈനിങ് ആണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ ഒരു ഫോം ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്താറുള്ളതിനെ കുറിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തെ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയും. അതായത് യൂസറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും യൂസർക്ക് ടൈപ്പ് ചെയ്ത് സ്വീകരിക്കാനുള്ള ഫീൽഡുകളാണ് ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻപുട്ട് ഫീൽഡായിട്ട് കൊടുക്കാറുള്ളത് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡുകൾ, ടെക്സ്റ്റ് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയും. നമ്പർ ഫീൽഡ്, അതും ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് എന്തായിരിക്കും എൻ്റർ ചെയ്യുന്നത്, നമ്പർ ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. ദെൻ ഇമെയിൽ ആൻഡ് URL ഫീൽഡ് എന്ന് പറയും. ഒരു ഇമെയിൽ അഡ്രസ്സുകൾ, ഇതെല്ലാം ടെക്സ്റ്റ് ബോക്സുകൾ തന്നെയാണ് നമ്മൾ, അതാണ് ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബോക്സ് വെച്ച് നമുക്ക് ഇമെയിൽ ആൻഡ് URL നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ബോക്സ് ഇതിനകത്ത് നമുക്ക് ABC എന്നുള്ള ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം, ഇതിനകത്ത് നമ്പർ എൻ്റർ ചെയ്യാം, ഇതിൽ ടെക്സ്റ്റ് ആൻഡ് നമ്പറിന്റെ കോമ്പിനേഷൻ എൻ്റർ ചെയ്യാം. ദെൻ പാസ്വേഡ് ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ സ്റ്റാർ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള പാസ്വേഡ് ബോക്സുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെ നമ്മൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയും. ദെൻ നമുക്ക് സെലക്ട് ചെയ്ത ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ആൻഡ് ഓപ്ഷൻ ഫീൽഡ് എന്ന് പറയും. അതിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളുണ്ട്, റേഡിയോ ബട്ടൺസ് ഉണ്ട്, ഇങ്ങനെയുള്ള ചെക്ക് ബോക്സസ് ഉണ്ട്. ഇതാണ് സെലക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ആരോയും കാണും. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയുള്ള ബട്ടൺസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ അതെല്ലാം നമുക്ക് തന്നെ ഓക്കെ എന്നുള്ള ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ ഇതിന് മേളിൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതാണെങ്കിൽ ഇതിന് മേളിൽ റീസെറ്റ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത്രയൊക്കെയാണ് നമ്മുടെ ബട്ടൺസിന്റെ കാറ്റഗറി വരുന്നത്. നമുക്കൊരു ലോങ് ടെക്സ്റ്റ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ഫീൽഡുണ്ട്. ടെക്സ്റ്റ് ഏരിയ ഇത് അഡ്രസ് പോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യും. പിന്നെയുള്ള ലേബിൾസ്, ഓരോന്നിനെ നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് ഇപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ അത് നെയിമിന് വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾ. ടെക്സ്റ്റ് ഏരിയ ആണെങ്കിൽ ഇതുപോലത്തെ ലാർജ് ബോക്സ് ആയിരിക്കും ഉണ്ടാകും. ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ടെക്സ്റ്റ് ഏരിയ. ഇതൊക്കെ ഓൾറെഡി നമ്മളെല്ലാം കണ്ടുപോയിട്ടുള്ള കഴിഞ്ഞ സെമിസ്റ്ററിൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് വാലിഡേഷൻസ്. ഇപ്പൊ എന്തൊക്കെയാണ് അപ്പൊ ഇങ്ങനൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് സ്റ്റെപ്സ് ഇൻ ഫോം ഡിസൈൻ ഇതൊരു ഈ 5 പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. സാധാരണ ഫോം ഡിസൈൻ ചെയ്യുന്നത് ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ. നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഡിറ്റർമൈൻ വാട്ട് ഡാറ്റ വി നീഡ് ടു കളക്ട്. നമുക്ക് എന്ത് ഡാറ്റയാണ് ഈ ഫോം വഴി കളക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെ കളക്ട് ചെയ്യുന്നതെന്നും. ദിസ് ഹെൽപ്പ് ടു ഫോം ഫോക്കസ്ഡ്, കൺസൈസ് ആൻഡ് ഈസി ടു ഫിൽ ഔട്ട്. നമ്മൾ ഫോം ഡിസൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡാറ്റ വേണമെന്നുള്ള ആദ്യം നമ്മൾ തീരുമാനിക്കണം. അത്
അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏതൊക്കെ കൺട്രോൾസ് ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് ഒരാളുടെ യൂസർ നെയിം വേണമെങ്കിൽ നമ്മൾ ഏത് ഫീൽഡ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്രസ്സ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഏരിയ ആണോ ടെക്സ്റ്റ് ബോക്സ് സാധാരണ ബോക്സ് വെച്ചാൽ മതി വന്നു. സിംഗിൾ ലൈൻ അഡ്രസ് മാത്രം കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻ അഡ്രസ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബോക്സ് ആയിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്ത് ഡാറ്റയാണ് എങ്ങനെയാണ് അത് കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ് ഭാഗം. രണ്ടാമത്തെ സ്ട്രക്ചർ ദ ഫോം ലേഔട്ട്. അതായത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോം ലേഔട്ടിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഗ്രൂപ്പ് റിലേറ്റഡ് ഫീൽഡ് ടുഗദർ ആൻഡ് അറേഞ്ച് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഉണ്ടാകും. ചില ഇൻഫർമേഷൻ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് റിലേറ്റഡ് ഫീൽഡ് ഏതൊക്കെയാണ് അതിനെല്ലാം കൂടെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നെയിം, ഇമെയിൽ അതൊക്കെ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാം. നെയിം ആൻഡ് ഇമെയിൽ ക്യാൻ ബി ഫോളോഡ് ബൈ കോൺടാക്ട് ഇൻഫർമേഷൻ. നമുക്ക് ഇങ്ങനെ അതായത് കോൺടാക്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കൊടുക്കാം, പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏതൊക്കെ ടൈപ്പിലാണ് നമുക്കിതിനെ സ്ട്രക്ചർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ചൂസ് ദ റൈറ്റ് ഇൻപുട്ട് ടൈപ്സ്. Select the input type that matches the expected input to improve usually data picker for dates, email field and email addresses. അതായത് നമ്മളൊരു ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുമ്പോൾ ഇൻപുട്ടിനകത്ത് നമുക്ക് ടൈപ്പ് കൊടുക്കുമ്പോൾ അത് ഇമെയിൽ കളക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇമെയിൽ എന്നുള്ളത് കറക്റ്റ് കൊടുക്കുക. ഒരു ഡേറ്റ് ആണെങ്കിൽ ഡേറ്റിന് വേണ്ടിയുള്ള ഫീൽഡ് കൊടുക്കുക. അല്ലെങ്കിൽ അഡ്രസ്സസ് ആണെങ്കിൽ അഡ്രസ്സസിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇൻപുട്ട് ടൈപ്പ് ചൂസ് ചെയ്യുന്നതാണ്. പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് ബോക്സിന് പകരമായിട്ട് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ക്യാരക്ടർ അതുപോലെ തന്നെ വിസിബിൾ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ബോക്സ് തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് ബോക്സ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ടൈപ്സ് ചൂസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ദെൻ ലേബൽസ് എല്ലാത്തിനും ആഡ് ചെയ്യണം. അതായത് ഇതിനു മുമ്പ് ഇത് നെയിമാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നെയിം എന്നുള്ള ഫീൽഡ് അറിയണം. ഇനി പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ ടെക്സ്റ്റ് ബോക്സിൽ എഴുതി വരേണ്ട സാധനമാണ് പ്ലേസ് ഹോൾഡർ. അപ്പോൾ ഇത് നെയിമിന് വേണ്ടി എന്ന് അറിയിക്കാനായിട്ട് വേണമെങ്കിൽ ഇതിനുള്ളിൽ നമ്മളൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഭംഗി നെയിം ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിനുള്ള ടെക്സ്റ്റ് ആയിരിക്കും, ഒരു പ്ലേസ് ഹോൾഡർ ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് കർസർ കൊണ്ട് വെക്കുമ്പോൾ ഈ സാധനങ്ങൾ വാനിഷ് ആയി പോകും. അതിനോട് പറയുന്ന പേരാണ് പ്ലേസ് ഹോൾഡർ. നമ്മൾ പല ഫോമുകളും കണ്ടു, പല ബോക്സുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലേസ് ഹോൾഡർ. Then use validation for error prevention. അതായത് പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വാലിഡേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കും. അതായത് ഇതൊരു മാൻഡേറ്ററി ഫീൽഡാണെന്ന് വിചാരിക്കുക യൂസറിന്. ഇവിടെ യൂസർ ഇൻപുട്ട് ഡേറ്റ ഒന്നും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് വാലിഡേഷൻസ്. അങ്ങനെ വാലിഡേഷൻസ് കൊടുത്താൽ എന്താണ് നമുക്ക് അങ്ങനെ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ ഒരു ഫോം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് കുറച്ച് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന ശേഷം വാച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് ടെക്സ്റ്റ് ഉള്ളവർക്ക് വായിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് അതൊന്നും കൂടെ ഈ PDF നോക്കിയിട്ട് 5 പോയിന്റ്സ് ലിസ്റ്റ് നോക്കുക. ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് jQuery ഇൻ ഫോം ഡിസൈനിങ്. jQuery ഈ ഫോം ഡിസൈനിങ്ങിലേക്ക് jQuery കൊണ്ടുവരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. jQuery സിംപ്ലിഫൈസ് ജാവാസ്ക്രിപ്റ്റിന്റെ ടാസ്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് jQuery കൊണ്ടുവരുന്നത്. മേക്ക് ഇറ്റ് ഈസി ടു സെലക്ട്. നമ്മുടെ ഫോമിലെ എലമെന്റ്സ് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവന്റ്സിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. HTML കണ്ടന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ഓഫ് ടെക്സ്റ്റ് ബോക്സ് 1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഡോട്ട് വാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡോട്ട് സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ഡോട്ട് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് T1 കൊടുത്തെങ്കിൽ T1 ഇങ്ങനെ ഇത്രയും സാധനം കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഡോളർ T1 കൊടുത്തെങ്കിൽ ആ ഇതാണ് ടെക്സ്റ്റ് ബോക്സ് വിചാരിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് ടെക്സ്റ്റ് 1 എന്നാണ്. ടെക്സ്റ്റ് 1 T1 നമുക്ക് ഇതിനകത്ത് ഒരു എലമെന്റ് കിട്ടും. ഇതിനകത്തൊരു വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഗെറ്റ് എലമെന്റ് ബൈ ഐഡി ടെക്സ്റ്റ് 1 ഡോട്ട് വാല്യൂ കിട്ടുള്ളൂ. ഇത്രയും കോഡ് എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, jQueryയുടെ ഡോട്ട് സിമ്പിൾ ടെക്സ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഈ എലമെന്റ് ഐഡന്റിഫൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി വാല്യൂ യൂസ് ചെയ്യാം. ഇത്രയും കോഡിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈസി ഓഫ് യൂസ് ഈസി ആയിട്ട് നമ്മൾ jQuery ആണ് യൂസ് ചെയ്യുന്നത്.
അതിൻ്റെ പ്രത്യേകത. Okay, enhance the user experience, enhance user interactions. We can add effects like highlighting field, showing hidden elements, real-time feedback for a better experience. യൂസറിനെ കൂടുതൽ ഇതിലാക്കി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഫീൽഡ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ നടത്താം. ജേക്കറി ഉപയോഗിച്ച് ഹൈലൈറ്റിംഗ് ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് നമുക്ക് ഷോ ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് യൂസറുടെ എക്സ്പീരിയൻസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇതിനെ വാലിഡേറ്റ് ചെയ്യാം. നമ്മുടെ ഫീൽഡ് നമ്മുടെ പ്രോഗ്രാം എഴുതുന്ന ഏരിയയിൽ തന്നെ നമ്മുടെ ഫോമിനെ വാലിഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ജേക്കറി അലൗസ് to validate input as user fill in the form, catching errors early and reducing incorrect submission. നമ്മുടെ ഫോം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഏരിയയിൽ തന്നെ നമുക്ക് ജേക്കറിയുടെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻപുട്ട് ഫീൽഡുകളെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് യൂസർ അതിനകത്ത് എന്തെങ്കിലും ഫിൽ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഒരു ജേക്കറി ഇങ്ങനെ നമ്മുടെ ഫോം ഡിസൈനിങ്ങിലേക്ക് ജേക്കറിയുടെ കോഡ് കൊണ്ടുവരുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാം ജേക്കറി കൺസെപ്റ്റ് ഫോർ ഫോം. നമ്മൾ ജേക്കറിയുടെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ സെലക്ടിങ് നമ്മൾ പറയുന്നത് ഫോം എലമെന്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. ജേക്കറി യൂസേഴ്സ് CSS സെലക്ട് ആക്സസ് ഡോളർ മൈ ഫോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോം ഫുൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡോളർ ഇൻപുട്ട് നെയിം ഈസ് ഈക്വൽ ടു ഇമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എവിടെയോ ഒരു ബോക്സ് ഇമെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇമെയിൽ ബോക്സ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് എലമെന്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫോം ഡിസൈനിങ്ങിൽ ജേക്കറി കൊണ്ടുവന്നാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോം എലമെന്റ്സിന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻസിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡ്ലിംഗ് ഫോം ഇവൻസ് ഈസി ആയിട്ട് നമുക്ക് ഇവൻസിനെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചറിങ് ഇൻപുട്ട് വാല്യൂസ്. നമുക്ക് നമ്മുടെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിനകത്ത് വാല്യൂ T1 എന്നാണ് ബോക്സിന്റെ പേരെങ്കിൽ ഇതിനകത്ത് ഞാൻ ABC എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വാല്യൂ കിട്ടാൻ വേണ്ടി $T1 ഡോട്ട് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ABC നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് വാല്യൂസിനെ എടുക്കാൻ സാധിക്കുന്നതാണ് ക്യാപ്ചറിങ് ഇൻപുട്ട് വാല്യൂ. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് നമ്മുടെ ജേക്കറി നമ്മുടെ ഫോം ഡിസൈനിങ്ങിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഈവൻസിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ, നമുക്ക് സബ്മിറ്റ് ബട്ടൺ അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവന്റിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് വാല്യൂസ് നമുക്ക് ഒരു ബോക്സിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫോം ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ. നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മളൊരു ഫോം നമുക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന അറിയാം. ആ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫീൽഡുകളാണ് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിൽ നമുക്ക് ജേക്കറി കൊണ്ടുവന്നാൽ എന്താണ് ഗുണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആ ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ജേക്കറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഫോം ഡിസൈനിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കൊരു വാലിഡേഷൻസിനെ കുറിച്ച് പറയാം. അപ്പം അതാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാറുണ്ട്. വാലിഡേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഡിസൈനിങ്ങിന്റെ ജസ്റ്റ് ഒരു കോഡൊക്കെ ഇവൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഫോം വാലിഡേഷൻസ് യൂസ് ചെയ്ത് ഫോം വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം വാലിഡേഷൻ ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് യൂസേഴ്സ് സബ്മിറ്റ് ആൻഡ് കറക്റ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ഡാറ്റ. നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡാറ്റ യൂസർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം വാലിഡേഷൻ. ഇത് ജേക്കറി ആണെങ്കിൽ we can efficiently handle form validation by checking each field for specific criteria before allowing to form submit. ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്പെസിഫിക് ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മുടെ ഓരോ ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ജേക്കറി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് വാലിഡേഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും ഓരോ ഫീൽഡുകളും നമ്മൾ പറഞ്ഞ രീതിയിലാണ് യൂസർ ഫിൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഫിൽ
Here we will discuss how to validate form fields such as text, email, number input using jQuery along with a simple example. നമ്മൾ ഈ താഴെ കാണാൻ പോകുന്നത് നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ ഇമെയിൽ അല്ലെങ്കിൽ നമ്പർ ഒക്കെ jQuery ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വാലിഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാലിഡേഷൻ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഈസി ഓഫ് യൂസ് ആണ്. jQuery simplifies JavaScript code making it easier to implement validation. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സിംപ്ലിഫൈഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉള്ള ലെങ്തി കോഡുകളെ നമുക്ക് അത്രയും വാലിഡേഷൻസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് jQuery ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ബോക്സുകളിലും യൂസർ ഡേറ്റ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ദെൻ റിയൽ ടൈം ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു വാലിഡേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് യൂസർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ. അതായത് നിങ്ങൾ ഇതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ എൻ്റർ ചെയ്യുന്നത് ടെക്സ്റ്റ് ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എഫിഷ്യൻ്റ് എറർ ഹാൻഡിൽ jQuery can display custom error message that is guide user to incorrect their mistake. നമുക്ക് തന്നെ എറർ മെസ്സേജുകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർക്ക് അന്നേരം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. കസ്റ്റം എറർ മെസ്സേജ് നമുക്ക് തന്നെ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള എറർ മെസ്സേജ് നമുക്ക് തന്നെ എറർ മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകത. jQueryയിൽ വാലിഡേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സിനെ കുറിച്ചാണ്. ആദ്യം വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ jQueryയുടെ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ എപ്പോഴും jQuery പ്രോഗ്രാം ചെയ്യുന്നതാണ് ചെയ്യാറുള്ളത്. സ്ക്രിപ്റ്റ് സെർച്ച് jQuery 3.7.1.js എന്നുള്ള സെക്ഷനിൽ കൊടുക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ HTML ഫോം ഡിസൈൻ ചെയ്യാം. നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ അതിൻ്റെ യൂസർ നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, അങ്ങനെയുള്ള ഫോം നമ്മൾ ഡിസൈൻ ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പിൽ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ jQuery ഇൻക്ലൂഡ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോം ഡിസൈൻ ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ വാലിഡേഷൻ. ഇയാൾ സബ്മിറ്റ് ബട്ടനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്തെല്ലാം ഡാറ്റ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. യൂസ് jQuery ഓൺ സബ്മിറ്റ് ഇവന്റ്, ഈ ഇവന്റിലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓൺ സബ്മിറ്റ് ക്യാപ്ചർ ദ ഫോം സബ്മിഷൻ, റിട്രീവ് വാല്യൂ ഫ്രം ദ ഇൻപുട്ട് ഫീൽഡ്. അതായത് നമ്മൾ ഈ ഓരോ ഫീൽഡിൽ നിന്നും ഡോട്ട് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റ എടുക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രിം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സ്പേസിനെ റിമൂവ് ചെയ്യും. അതായത് യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നിങ്ങൾ സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ പറയും നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ യൂസർ നെയിമിൻ്റെ അയാളോട് 1 2 3 എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതന്നേരം തന്നെ ആ മെസ്സേജ് കാണിക്കണം. യൂസർ നെയിം അങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. അതിനാണ് വാലിഡേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങളുള്ള ഒന്ന് jQueryയുടെ ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യുക, രണ്ടാമത്തെ ഫോം ഡിസൈൻ ചെയ്യുക, മൂന്നാമത്തെ കേസ് എന്ത് ചെയ്യണം, നമ്മുടെ വാലിഡേഷൻ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ടാണ് യൂസർ അതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് വാലിഡേഷൻ സ്ക്രിപ്റ്റ്. ഫോർ എക്സാമ്പിൾ നെയിം ആണെങ്കിൽ നെയിം ഷുഡ് നോട്ട് ബി എൻഗേജ്, ഇമെയിൽ ആണെങ്കിൽ വാലിഡ് ഇമെയിൽ അഡ്രസ് ആയിരിക്കണം, ഏജ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം കൊടുക്കാൻ പറ്റും, നെഗറ്റീവ് നമ്പർ ഏജിനോട് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, അതിനെ പ്രിവെന്റ് ചെയ്ത് കളയണം. ഡിസ്പ്ലേ എറർ മെസ്സേജ് നമ്മൾ കൊടുത്തേക്കുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ഈ ബാക്കിയെല്ലാം സബ്മിറ്റ് ചെയ്ത് ഏജിൻ്റെ ഒരു നെഗറ്റീവ് നമ്പർ അടിച്ച് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിഷൻ സംബന്ധിക്കുന്നത് പ്രിവെന്റ് ഫോം സബ്മിഷൻ ഈഫ് ഇൻവാലിഡ്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഇവന്റ് ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ആ ഫോം സബ്മിറ്റ് ആകാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് ഫംഗ്ഷനാണ് ഇവന്റ് ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വാലിഡേഷൻ്റെ കോഡ് എടുത്ത് നോക്കിയാൽ പ്രൊവൈഡ് സക്സസ് മെസ്സേജ്. ഇപ്പോൾ നമ്മൾ എല്ലാ സംഭവവും വാലിഡ് ആണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു സക്സസ് മെസ്സേജോട് കൺഫ്യൂസ് ചെയ്യണം. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ jQuery ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോം വാലിഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ ഓൾറെഡി വാലിഡേഷൻസ് നമ്മൾ jQuery ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെയ്തേക്കുന്നത് നെയിം ചെക്ക് ചെയ്തു, ഇമെയിൽ ചെക്ക് ചെയ്തു, നമ്മൾ പർട്ടിക്കുലർ പാറ്റേൺ ഒക്കെ ചെയ്ത് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഏജ് ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇമെയിലിൻ്റെ ഒരു പാറ്റേൺ മാത്രമാണ് നമ്മളിങ്ങനെ പാറ്റേൺ കൊടുക്കുന്നത് ഓർക്കുന്നുണ്ടായിരുന്നു. ഇമെയിൽ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഇങ്ങനെ പാറ്റേൺ കൊടുത്ത്
ചെക്ക് ചെയ്യാനുള്ള പാറ്റേൺ ആയിരുന്നു. നമ്മൾ ഇതിനെ നമ്മൾ ഈ സിമ്പിൾ നമ്മൾ സ്റ്റാർട്ട് ആയിട്ട് എടുത്തു. ഈ സിമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻഡ് സിമ്പിൾ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ ടു എസിൽ വരാം. ഇമെയിൽ അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എ ടു എസിൽ വരാം, ക്യാപിറ്റൽ എ ടു എസിൽ വരാം, 0 to 9 വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഡോട്ട് വരാം, അണ്ടർസ്കോർ വരാം, ഒരു മൈനസ് സിമ്പിൾ വരാം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പാർട്ട് വരാം. ഇപ്പം abc@gmail.com ഇതാണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്. ഈ പാർട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് @ന് തൊട്ട് മുമ്പുള്ള പാർട്ട്. അതാണ് ഇവിടെ ഒരു @. കൊടുത്തത്. ഈ @ന് തൊട്ട് മുമ്പുള്ള പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സ്മോൾ ലെറ്റർ ലെറ്റേഴ്സ് വരാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാം, 0 to 9 വരാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡോട്ട് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം, മൈനസ് സിമ്പിൾ കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഈ പാർട്ടിലാണ് ഉള്ളത്. അതിനുശേഷം എന്ത് വരാൻ പാടില്ല? @. വരണം. @ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് വരണം? ഈ ഡോട്ടിന് മുമ്പ് എന്ത് വരാം? എ ടു എസിൽ വരാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാം, 0 to 9 വരാം, അണ്ടർസ്കോർ വരാൻ പാടില്ല, ഡോട്ട് വരാം, മൈനസ് വരാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ വരാം. അതിനുശേഷം ഒരു ഡോട്ടാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഡോട്ട് വന്നു. ഡോട്ട് വന്നതിന് ശേഷം നമുക്ക് വരാൻ പാടുള്ളത് നമ്പറുകൾ ഒന്നും വരാൻ പാടില്ല. എ ടു എസിൽ സ്മോൾ ലെറ്റർ എ ടു എസിൽ വരാം, ക്യാപിറ്റൽ എ ടു എസിൽ വരാം. അങ്ങനെ എത്ര തൊട്ട് അവിടെ വരാം? 2 തൊട്ട് 6 ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല. 2 തൊട്ട് 6 മാക്സിമം 2 തൊട്ട് 6 വരെ ഈ ക്യാരക്ടേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് സ്മോൾ ലെറ്റർ എ ടു എസിൽ വരാം, ക്യാപിറ്റൽ എ ടു എസിൽ വരാം. ഈ ഒരു പാറ്റേണിലാണോ നമ്മൾ ആ ബോക്സിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യും. ഈ പാറ്റേൺ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഒരു വേരിയബിളിലേക്ക് ഇമെയിൽ പാറ്റേൺ വേരിയബിളിലേക്ക് കൊടുക്കുന്നത് ഇമെയിൽ പാറ്റേൺ ഡോട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇമെയിൽ എന്നുള്ള ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇമെയിൽ എന്നുള്ളൊരു ബോക്സിൻ്റെ പേരാണ്. ആ ബോക്സിൽ എൻ്റർ ചെയ്തേക്കുന്ന കണ്ടന്റ് ഈ പാറ്റേണിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ ആ പാറ്റേണിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോടെ എറർ മെസ്സേജ് വരും. ആ പാറ്റേണിലാണെങ്കിൽ നമുക്ക് അടുത്ത ബോക്സിലേക്ക് പോകാം. അതിന് വേണ്ടിയാണ് ആ ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഒരാൾ എൻ്റർ ചെയ്തേക്കുന്ന നമ്പർ, ഒരു ഏജിന് വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇയാൾ ABC കൊടുത്തിട്ടുണ്ട്. ഏജിനകത്ത് നമ്പർ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നമ്പറാണ് എൻ്റർ ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഈസ് നോട്ട് എ നമ്പർ എന്നാണ്. ഏജ് എന്നാണ് ഈ ബോക്സിന്റെ പേര്. ഏജ് എന്നുള്ള ബോക്സിൽ എഴുതിയേക്കുന്ന ഈസ് നോട്ട് എ നമ്പർ ആണെങ്കിൽ എറർ മെസ്സേജ് വരണം. അല്ലെങ്കിൽ ഏജിന്റെ വാല്യൂ 0-നേക്കാൾ കുറവാണെങ്കിലും എന്ത് വരണം? വാലിഡ് ഏജ് എന്ന് പറയണം. അപ്പോൾ 0 ഒരു നെഗറ്റീവ് നമ്പർ വന്നാൽ ഈ കണ്ടീഷൻ ട്രൂ ആവും. ഇതിലേതെങ്കിലും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ആ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ കോഡ് ബേസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് എടുത്ത കാര്യങ്ങളാണ്. ആ കോഡ് നിങ്ങളുടെ കാണും. ഇല്ലെങ്കിൽ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ തന്നെ കോഡ് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഇമെയിൽ മാച്ച് ചെയ്യാനും ഫോൺ നമ്പർ മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അതിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അതായത് നമുക്ക് ഇതിന് തന്നെ ഒരു വാലിഡേഷൻ ചെയ്യാനായിട്ട് ചില കോഡുകൾ നമുക്ക് തരുന്നുണ്ടായി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലഗിൻ. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. ഇത് നമ്മൾ പ്ലഗിൻ വാലിഡേഷൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. യൂസിങ് jQuery പ്ലഗിൻ ഫോർ ഫോം വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാണെങ്കിൽ നമ്മൾ തന്നെ ഇമെയിൽ അഡ്രസ് മാച്ച് ചെയ്യാനുള്ള കോഡ് എഴുതി കൊടുക്കണം. നമ്മൾ ഫോൺ നമ്പറിന്റെ ഇത്ര നമ്പർ ഉണ്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണോ, ഏജ് പോസിറ്റീവ് നമ്പർ ആണോ വേണ്ടതിനെ കുറിച്ച് നമ്മൾ കോഡ് എഴുതി കൊടുക്കണം. അതിന് പകരമായിട്ട് ഇതെല്ലാം നമ്മൾ പ്രോഗ്രാമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പ്രോഗ്രാമറല്ല ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ഇവർ തന്നെ ഇതിനകത്ത് കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ എഴുതുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് plugin validation. jQuery plugin offer a simple and efficient way to handle form validation without requiring complex custom JavaScript. നമ്മൾ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കസ്റ്റം കോഡ് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. They are especially useful for handling common validation rules, messages, അതായത് അവർക്ക് തന്നെ കോമൺ ആയിട്ട് വാലിഡേഷൻസ് റൂൾസുകൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്. മെസ്സേജ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ പ്ലഗിൻ തന്നെ ചെയ്തു. അതിന് നമ്മൾ പറയുന്ന പേരാണ് jQuery വാലിഡേഷൻ പ്ലഗിൻ. Most commonly used jQuery plugin for validation is jQuery validation plugin, for example. ഈ പ്ലഗിൻ നമ്മുടെ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാലിഡേഷൻ റൂൾസുകൾ കൊടുക്കുന്നുണ്ട്. അതായത്
എല്ലാ വാലിഡേഷൻ ചെയ്യാനുള്ള എല്ലാ റൂളുകളും അതിനകത്തുണ്ട്. കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഇതിനകത്ത് റൂൾസ് ഡിഫൈൻ ചെയ്യാം. കസ്റ്റം വാലിഡേഷൻ റൂൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എറർ മെസ്സേജ് ഫോർ ഹൈലൈറ്റിംഗ്, ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എറർ മെസ്സേജുകൾ പ്രിന്റ് ചെയ്ത് വരും. ലോക്കലൈസേഷൻ സപ്പോർട്ട്, മെനി പ്ലഗിൻ സപ്പോർട്ട് ലോക്കലൈസേഷൻ അല്ലെങ്കിൽ എറർ മെസ്സേജ് ടു ബി ഡിസ്പ്ലേഡ് മൾട്ടിപ്പിൾ ആണ്. അതായത് പല ലാംഗ്വേജുകളിൽ നമുക്ക് എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ പ്ലഗിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ റൂൾസ് ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്, നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതല്ല നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എറർ മെസ്സേജ് അതിൻ്റെ ഹൈലൈറ്റിംഗ്, എറർ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യുന്നത് ഹൈലൈറ്റ് പോലെ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യുമ്പോൾ അത് ഏത് ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ മെസ്സേജ് ആണോ ആ ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. പിന്നെ ലോക്കലൈസേഷൻ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലോക്കൽ ലാംഗ്വേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, എറർ മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ലോക്കലൈസേഷൻ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കസ്റ്റം വാലിഡേഷൻ ആണ്, സോറി പ്ലഗിൻ വാലിഡേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനുള്ള ഗുണം. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ എക്സാമ്പിൾ പ്രോഗ്രാം ഷെയർ ചെയ്തോളാം. പ്ലഗിൻ വാലിഡേഷൻ. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് jQuery വാലിഡേഷൻ പ്ലഗിൻ ആണെങ്കിൽ എഫിഷ്യൻസി, കൺസിസ്റ്റൻസി ആൻഡ് കസ്റ്റമൈസേഷൻ. എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കോഡ് എഴുതേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ പ്ലഗിൻ ഓൾറെഡി ഇതിനകത്ത് കോഡുകളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൺസിസ്റ്റൻസി, യൂസിങ് പ്ലഗിൻ എൻഷുർ കൺസിസ്റ്റൻസി വാലിഡേഷൻ അക്രോസ് ഡിഫറെന്റ് ഫോംസ്. നമുക്ക് എത്ര ഒരു പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര നമ്മുടെ ഒരു പേജിൽ എത്ര ഫോംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമൈസേഷൻ, പ്ലഗിൻ എക്സ്റ്റൻസീവ് കസ്റ്റമൈസേഷൻ ഇൻക്ലൂഡിംഗ് കസ്റ്റം റൂൾസ്, സ്റ്റൈലിംഗ് ആൻഡ് മെസ്സേജ്. നമുക്ക് തന്നെ ഓൾറെഡി ഇവരുടെ തന്നെ പ്ലഗിൻ ഇവർ തന്നെ എറർ മെസ്സേജും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ അതുകൊണ്ടാണ്. അതായത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് റൂൾസ് ഡിഫൈൻ ചെയ്യാം, സ്റ്റൈലിങ്സ് കൊടുക്കാം, മെസ്സേജസ് പ്രിന്റ് ചെയ്യാൻ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷൻസ് കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്ലഗിൻ അല്ല, നമ്മൾ തന്നെ ഈ ഒരു വാലിഡേഷൻ റൂൾ എഴുതുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കസ്റ്റം ഫോം വാലിഡേഷൻ. നമ്മൾ പ്ലഗിൻ വാലിഡേഷൻ കണ്ടു. പ്ലഗിൻ വാലിഡേഷൻ അല്ല, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ jQuery ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇതിന്റെ റൂൾസും കാര്യങ്ങളും എല്ലാം ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കസ്റ്റം ഫോം വാലിഡേഷൻ. അന്നേരം നമ്മൾ തന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കോഡിന്റെ ലെങ്ത് കൂടും. പക്ഷെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കീ ആസ്പെക്ട് ഓഫ് ഫോം വാലിഡേഷൻ ഫ്ലെക്സിബിലിറ്റി ആണ്. ഡെവലപ്പർ ക്യാൻ ഇംപ്ലിമെന്റ് വാലിഡേഷൻ, നമ്മൾക്ക് തന്നെ വാലിഡേഷൻ റൂൾസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഏതൊക്കെ ഫീൽഡാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യേണ്ടതിനെ കുറിച്ച് എല്ലാം നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. യൂസർ എക്സ്പീരിയൻസ്, ബൈ പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഓൺ ഇൻപുട്ട്. നമുക്ക് യൂസർ കണ്ടാൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് എറർ മെസ്സേജ് നമുക്ക് പ്രിന്റ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കസ്റ്റമായിട്ട് ചെയ്യുന്നതുകൊണ്ട് യൂസർ എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. User can be informed the real time about the issue with their input, allowing them to correct mistake before submission. ഒരു ഫീൽഡ് ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് യൂസർക്ക് നിങ്ങൾ ഏതൊക്കെ ഫീൽഡിലാണ് എറർ വരുത്തിയിരിക്കുന്നത്, അതെന്തുകൊണ്ടാണ് എറർ വന്നത്, അതുകൊണ്ട് അത് നിങ്ങൾ കറക്റ്റ് ആക്കി കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് യൂസർ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ, കസ്റ്റം വാലിഡേഷൻ gives developer control over how error can be displayed and how the validation process is managed. നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഫുൾ കൺട്രോൾ. മറ്റേ പ്ലഗിൻ ആണെങ്കിൽ അതിൽ ഇവർ തന്നെ കോഡ് എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ കൺട്രോൾ ഉണ്ട്, എങ്ങനെ അത് അറേഞ്ച് ചെയ്യണമെന്നും യൂസർ ഫ്രണ്ട്ലി മെസ്സേജുകൾ കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. യൂസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഓർ jQuery, മോസ്റ്റ് കസ്റ്റം വാലിഡേഷൻ ഈസ് ഇംപ്ലിമെന്റഡ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് ഓർ ലൈബ്രറീസ് ലൈക്ക് jQuery. നമ്മൾ കസ്റ്റം വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ലെങ്തി ആയിട്ടുള്ള കോഡ് എഴുതാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് jQuery ലൈബ്രറി ആയിട്ടുള്ള jQuery വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് കസ്റ്റം വാലിഡേഷൻ ചെയ്യാം. ഈ കസ്റ്റം വാലിഡേഷൻ തന്നെയാണ് നമ്മൾ ഈ പ്ലഗിൻ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യമില്ല. ഇമെയിൽ ഐ ഡിക്ക് നമ്മൾ സ്റ്റാർട്ടിനകത്ത് A to Z എന്നൊക്കെ പറയുന്ന സാധനം അതിനാണ് നമ്മൾ പറയുന്നത് കസ്റ്റം വാലിഡേഷൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി പറയാനായിട്ട് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്തുനിന്ന്
എല്ലാം എന്താണ് ഫോം ഡിസൈനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് ഫോം ഡിസൈൻ? ഫോം ഡിസൈൻ ചെയ്യുമ്പോഴുള്ള മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് യൂസറുടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ടൈപ്പ് ചെയ്യുകയോ സെലക്ട് ചെയ്യുകയോ സ്വീകരിക്കാനൊക്കെയാണ് നമ്മൾ ഫോം ഡിസൈൻ ചെയ്യുന്നത്. യൂസറുടെ ഇൻട്രാക്ഷൻ സാധാരണ ഒരു വെബ് പേജിലേക്ക് ആണെങ്കിൽ ആ വെബ് പേജിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു വെബ് പേജും ഒരു യൂസറുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുന്ന ആകെ ഒരു പാർട്ടി ഫോം ഡിസൈൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ ആളുകൾ ഫോം അല്ലെങ്കിൽ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അവരുടെ ഇതുമായിട്ടൊന്ന് വല്ല കമന്റ് ഇടുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോംസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. The name two type of input field used for design form design use രണ്ട് ഇൻപുട്ട് ഫീൽഡ് ഒന്നെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് പാസ്വേഡ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻപുട്ട് ഫീൽഡുകളുണ്ട്. ടെക്സ്റ്റ് ഫീൽഡ്, നമ്പർ ഫീൽഡ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതായത് രണ്ടെണ്ണം ഉണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സബ്മിറ്റ് ബട്ടൺ ഇൻ ദ ഫോം? നമ്മൾ ആ ഫോമിനെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവറിലേക്ക് ആ ഡേറ്റയെ മുഴുവൻ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബട്ടണാണ് സബ്മിറ്റ് ബട്ടൺ. ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്ന ഫോം, ടെക്സ്റ്റ് ഏരിയന് വേണ്ടി യൂസ് ചെയ്യുന്നത് അഡ്രസ്സ് പോലുള്ള മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡസ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഹെൽപ്പ് വിത്ത് ഫോം ഡിസൈൻ? ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോം ഡിസൈൻ ചെയ്ത് സബ്മിറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർവറിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സൈഡിൽ തന്നെ അതിനെ വാലിഡേറ്റ് ചെയ്ത് എറർ ഫ്രീ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റോങ് ആയിട്ടുള്ള ഡാറ്റ സെർവറിൽ പോയി സ്റ്റോർ ചെയ്യാതിരുന്നുള്ളതിന് വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. നമ്മൾ എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് അങ്ങോട്ട് എറർ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാതെ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. ക്ലയൻറ്റ് സൈഡ് വഴി നമ്മുടെ സൈഡിൽ തന്നെ വാലിഡേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റേഡിയോ ബട്ടൺ ആൻഡ് ചെക്ക് ബോക്സസ്? റേഡിയോ ബട്ടൺ നമുക്ക് ചെക്ക് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ടായിരിക്കും നമുക്ക് ഓരോ റേഡിയോ ബട്ടൺ ആക്ട് ചെയ്ത്. ചെക്ക് ബോക്സ് ആണെങ്കിൽ നമുക്കതിനെ മൾട്ടിപ്പിൾ ബോക്സ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ചെക്ക് ബോക്സിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. മറ്റേതാണെങ്കിൽ സിംഗിൾ ഓപ്ഷൻസ് ആയിരിക്കും അറ്റ് എ ടൈം സെലക്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് വൺ ബെനിഫിറ്റ് ഓഫ് യൂസിങ് jQuery ഇൻ ഫോം ഡിസൈൻ? jQuery ഫോം ഡിസൈൻ യൂസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസി ഓഫ് യൂസ് ആണ്, എൻഹാൻസ് യൂസർ എക്സ്പീരിയൻസ്, ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഈസി ആക്കും എന്നൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ. ഹൗ ക്യാൻ jQuery ഇംപ്രൂവ് യൂസർ ഇൻട്രാക്ഷൻസ് ഇൻ ഫോം ഡിസൈൻ? യൂസറിൻ്റെ ഇൻട്രാക്ഷൻ jQuery കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ഫോം ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർക്ക് ഒരു ഫോമിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്യാതെ ആ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എറർ മെസ്സേജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇൻട്രാക്ഷൻസ് കൂട്ടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ. വാട്ട് ഡസ് റീസെറ്റ് ബട്ടൺ? നമ്മൾ ഫോമിൽ എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ എലമെൻറ്റ്സിനും ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലേബൽ ഇൻ ഫോം ഡിസൈൻ? ലേബലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിന് നെയിം എന്നാണ് ആ ബോക്സിൽ എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലേബിൾസ് യൂസ് ചെയ്യും. സാധാരണ ഒരു ലേബൽ നമ്മളൊരു എന്താണ് നിങ്ങൾ വാട്ടർ എടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ കുടിക്കാനായിട്ട് നിങ്ങൾ വാട്ടർ എടുക്കണം, അത് ഏത് കമ്പനിയിൽ അറിയാമെങ്കിൽ അവിടെ ലേബൽ ഉണ്ടാവും അല്ലേ, ബ്രാൻഡ് ലേബലെല്ലാം വെച്ചിട്ട്. അപ്പോൾ അതിനൊന്ന് ലേബൽ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലേബൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ആൻസർ ഹൗ എക്സ്പ്ലെയിൻ ഹൗ ടു സ്ട്രക്ചർ ഫോം ലേഔട്ട് എഫക്റ്റീവ്ലി? നമുക്ക് എങ്ങനെയാണ് ഒരു ഫോം ലേഔട്ടിനെ എഫക്റ്റീവായിട്ടൊരു ഫോം ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ഗ്രൂപ്പ് ചെയ്യേണ്ടതല്ല ഗ്രൂപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ കോൺടാക്ട് ഇൻഫർമേഷൻസിനെ എല്ലാം കൂടെ ചേർത്ത് അഡ്രസ്സ്, സ്ട്രീറ്റ്, സിറ്റി ഇങ്ങനെയായിട്ട് നമുക്ക് പറഞ്ഞിട്ടിരിക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസിനെ നെയിം, ഏജ്, ഇമെയിൽ അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു വെൽ സ്ട്രക്ചർഡ് ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് നല്ലൊരു ഫോം ഡിസൈൻ ആണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ഫോം ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഓരോ നമ്മൾ വേണ്ട ഇൻഫർമേഷൻസിനെ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. വാട്ട് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഇൻ ഫോം ഡിസൈൻ? ഫോം ഡിസൈൻ ചെയ്യാനുള്ള ബേസിക് സ്റ്റെപ്സ് വെച്ച് എന്താണ്, നമ്മുടെ എന്ത് ഇൻഫർമേഷനാണ് വേണ്ടതെന്നുള്ള ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം സ്ട്രക്ചർ ദ ഫോം നമ്മൾ അതിനെ സ്ട്രക്ചർ ചെയ്യും പറഞ്ഞത്. ചൂസ് ദ റൈറ്റ് ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് എല്ലാത്തിനും ലേബൽ ചെയ്യുക, പ്ലേസ് ഹോൾഡർ അപ്ലൈ ചെയ്യുക, എല്ലാത്തിനും കറക്റ്റായിട്ട് വാലിഡേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്.
ഹൗ ഡസ് jQuery സിംപ്ലിഫൈ ഫോം വാലിഡേഷൻ? ഫോം വാലിഡേഷൻ jQuery എങ്ങനെയാണ് സിംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ലെങ്ത് ആയിട്ടുള്ള കോഡ് എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് jQuery ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോം ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ഫോമിനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈവൻസിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും jQuery ആണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് വാല്യൂനെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഡോട്ട് വാല്യൂ എന്നുള്ള ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻപുട്ട് വാല്യൂ എടുക്കാനായിട്ട് സാധിക്കും. ഡിസ്ക്രൈബ് യൂസ് ഓഫ് പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ബോക്സ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അതിനകത്ത് തന്നെ എഴുതി വെക്കാം. ഇതൊരു നെയിമിന് വേണ്ടിയുള്ള ഫീൽഡാണെങ്കിൽ ഒരു നെയിം നമ്മൾ ബൈ ഡിഫോൾട്ട് കൊടുക്കാനായിട്ടുള്ള പ്ലേസ് ഹോൾഡേഴ്സ് യൂസ് ചെയ്യും. വാട്ട് ഈസ് റിയൽ ടൈം ഫീഡ്ബാക്ക് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഫോം? റിയൽ ടൈം ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നെയിം എൻ്റർ ചെയ്യാതെ നമ്മൾ ഇതിനെ സബ്മിറ്റ് കൊടുത്താൽ ഇതിന് തൊട്ട് താഴെ നെയിം റിക്വയർഡ് എന്ന് പറയുന്നത്, നെയിം റിക്വയർഡ് എന്ന് എഴുതി വരുന്നത്, അതിനാണ് നമ്മൾ റിയൽ ടൈം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ നെയിം ബോക്സ് നമ്മൾ എൻ്റർ ചെയ്യാതെ വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ എഴുതി വരണം. എന്താണ് മാൻഡേറ്ററി ഫീൽഡ് ഓർ നെയിം ഈസ് റിക്വയർഡ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻക്ലൂഡിംഗ് jQuery ലൈബ്രറി ഇൻ ദ ഫോം വാലിഡേഷൻ? നമ്മൾ jQuery ലൈബ്രറിയാണ് നമ്മുടെ എങ്കിൽ jQuery ലൈബ്രറി വെച്ചിട്ട് നമ്മൾ ഫോം വാലിഡേഷൻ ചെയ്യുന്നത്. അല്ല ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് ലെങ്ത് ആയിട്ടുള്ള കോഡ് വേണം. അതല്ല ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി ആയിട്ടുള്ള jQuery ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ ബേസിക് അഡ്വാൻറ്റേജിനെ കുറിച്ച്. വാട്ട് ഷുഡ് യു ചെക്ക് ഫോർ when validating an email input field using jQuery? ഇമെയിൽ ഇൻപുട്ട് ഫീൽഡ് jQuery ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു. നമ്മുടെ ആ കോഡ് കുറേയെങ്കിലും അതായത് ക്യാപിറ്റലൈസ് 029 എന്ന് പറയുന്ന സാധനം. ഹൗ ക്യാൻ എറർ മെസ്സേജ് ബി ഡിസ്പ്ലേഡ് ഇൻ ഇൻവാലിഡ് ഫോം? നമുക്ക് ഒരു ഇൻവാലിഡ് ഫോം ഫീൽഡിൽ എങ്ങനെ എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. ചെക്കിംഗ് ഫെയിൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എറർ മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് jQuery ഫോം വാലിഡേഷൻ ഓവർ ട്രഡീഷണൽ മെത്തേഡ്? അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് നമുക്ക് jQuery ആണ് നമ്മുടെ ഫോം വാലിഡേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിയൽ ടൈം ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എഫിഷ്യൻ്റ് എറർ ഹാൻഡ്ലിംഗ് മെത്തേഡുകളാണ് ഇതിനകത്തുള്ളത്. അതൊക്കെയാണ് എനിക്ക് ഇതിനുള്ളത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പ്രിവെന്റിംഗ് ഫോം സബ്മിഷൻ ഇഫ് ഫീൽഡ് ഈസ് ഇൻവാലിഡ്. നമുക്കൊരു ഫീൽഡ് ഇൻവാലിഡ് ആണെങ്കിൽ പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈവൻ ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് സബ്മിഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയൊക്കെയാണ് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറച്ച് ബാക്കി ഇതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തത്. വാട്ട് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫോം ഡിസൈനിങ്? ഒരു ഫോം ഡിസൈനിങ് വരേണ്ട ബേസിക് സ്റ്റെപ്സുകളെ കുറിച്ചാണ് എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഫീൽഡുകൾ നമ്മൾ എലമെന്റ്സ് ആദ്യം നമ്മൾ ഹോൾഡ് ചെയ്യണം. ഏതൊക്കെ എലമെന്റ് ആണ് നമ്മുടെ ഫോമിലേക്ക് വരേണ്ടത്? അതായത് ടെക്സ്റ്റ് ബോക്സ്, നമ്പർ ഫീൽഡ്, ഇമെയിൽ ഫീൽഡ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, റേഡിയോ ബോക്സ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാര്യമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഐഡന്റിഫൈ ചെയ്ത ഇൻഫർമേഷൻ, നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് ആവശ്യമുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ലേഔട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ ഇൻപുട്ട് ടൈപ്പ്സ് ചൂസ് ചെയ്യണം. ലേബൽസും പ്ലേസ് ഹോൾഡേഴ്സും കൊടുക്കണം. അതൊക്കെയാണ് മൊത്തം. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഫീൽഡ് യൂസ് ഇൻ ഫോം ഡിസൈനിങ്. ഫോം ഡിസൈൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻപുട്ട് ഫീൽഡുകളെ കുറിച്ച് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ്, ഇമെയിൽ ബോക്സ്, ഡേറ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഹൗ ഡസ് jQuery ഇംപ്രൂവ് ദ യൂസർ എക്സ്പീരിയൻസ് ഇൻ ഫോം ഡിസൈൻ? jQueryയുടെ ഫീച്ചേഴ്സ് എഴുതുക. Discuss the importance of role validation for form design. How jQuery helps this process. വാലിഡേഷൻസിൽ നമ്മുടെ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന ഫോം ഡിസൈനിങ് jQueryയുടെ ഇംപ്രൂവ്മെന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാലിഡേഷൻസിൽ jQueryയുടെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് എഴുതുക. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ jQuery ആണെങ്കിൽ jQuery ആണ് നമ്മൾ ഫോം ഡിസൈനിങ് ഫോം വാലിഡേഷൻ jQueryയുടെ ടൂളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിയൽ ടൈം ഫീഡ്ബാക്ക് കിട്ടും. എറർ ഹാൻഡ്ലിംഗ് ഈസിയാണ്. പിന്നെ സ്റ്റെപ്സിനെ കുറിച്ച് എഴുതുക. നമ്മൾ ആദ്യം jQuery ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യണം, ഫോം ഡിസൈൻ ചെയ്യണം, വാലിഡേഷൻ സ്ക്രിപ്റ്റ് എഴുതണം, എറർ മെസ്സേജ് എഴുതണം, സബ്മിഷനെ പ്രിവെന്റ് ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞു ഈവന്റ് ഡോട്ട് പ്രിവെന്റ് ഡിഫോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സബ്മിഷനെ പ്രിവെന്റ് ചെയ്യണം എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ.
പിന്നെ യൂസർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ മെസ്സേജുകളെ ഡിസ്പ്ലേ കൊടുക്കുക. അതൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്സ്. ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് jQuery ഫോർ ഫോർമാലിറ്റി ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾ ഹൗ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ്. ഇതൊക്കെ തന്നെ, അതായത് ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് jQuery ഫോർ ഫോർമാലിറ്റി. ഇതിനുള്ള ഏകദേശം ഇത് ഫോം ഡിസൈനിങ്ങിൽ ഇതൊരു വാലിഡേഷനുമാണ്. വാലിഡേഷൻ ഫോം ഡിസൈനും ഇത് രണ്ട് ഫോം ഡിസൈനിങ്ങിന്റെ കൂടെ നിങ്ങൾ വാലിഡേഷൻസ് പറയുക. ഇവിടെ നമുക്ക് ഡിസൈനെ കുറിച്ച് കൂടുതൽ പറയുന്ന കാര്യമില്ല. വാലിഡേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ഓഫ് വാലിഡേഷൻസ് ഇൻ ഫോം ഡിസൈൻ ആൻഡ് ഹൗ jQuery helps to this process. Discuss the benefits of using jQuery for form validation and provide examples how it can be implemented. ഏകദേശം രണ്ട് സിമ്പിൾസ് ആണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള എക്സാമ്പിൾസും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഫോം ഡിസൈൻ ആൻഡ് വാലിഡേഷൻസ് യൂസിങ് jQuery കൺസിഡർ. ഫോം ഡിസൈനിനെ കുറിച്ച് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ്. വാലിഡേഷൻസ് കുറച്ചുകൂടെ നോക്കുക. നമ്മുടെ രണ്ട് രീതിയിൽ ഫോം വാലിഡേഷൻസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലഗിൻ യൂസ് ചെയ്യാതെ കസ്റ്റം വാലിഡേഷൻസ് പ്ലഗിൻ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, കസ്റ്റം വാലിഡേഷൻ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് കോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആ കോഡ് അതുപോലെ കാണാൻ പഠിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് ഏകദേശം എക്സാമ്പിൾ എഴുതുമ്പോൾ ഏകദേശം അതിനോടൊന്നും ഇത് നോക്കിയാൽ ഈ കസ്റ്റം വാലിഡേഷൻ ആണ് എഴുതുമെങ്കിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സും എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നോക്കി വെക്കുക. ഫോൺ നമ്പറും അല്ലെങ്കിൽ ഏജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുക. പ്ലഗിൻ വാലിഡേഷൻ ആണെങ്കിൽ പ്ലഗിൻ എങ്ങനെ കൊണ്ടുവന്നു, അതിനകത്ത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ എറർ മെസ്സേജുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ കുറിച്ച് നോക്കുക. അത്രയും കാര്യങ്ങളായിരിക്കും ഈ ടോപ്പിക്കിലുള്ളത്. ഇത് ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് പറഞ്ഞ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഏകദേശം ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും.